ഇത് നമുക്ക് ഫ്രൈഡ് ചിക്കൻ കബാബ് ഉണ്ടാക്കുന്നതിന് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ്റെ പീസുകൾ ഞാനിവിടെ ഒരു മീഡിയം പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ചിക്കനിലേക്ക് ഒരു മസാല ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് മല്ലിയിലയും വേണം, പുതിനയിലയും വേണം. പിന്നെ വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണക്കമുളകാണ്. ഞാനിവിടെ ഒരു 8 വലിയ വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഉണക്കമുളക് ഞാനിവിടെ സാധാരണ മുളക് എടുത്തിട്ടുണ്ട്, കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ പിരിയൻ മുളകിനെയാണ് കാശ്മീരി മുളക് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലേക്കും ഈ മുളകിനെ പിരിയൻ മുളക് എന്നാണ് പറയുന്നത്. ഈ മുളകിന് നല്ലൊരു കളർ ഉണ്ടാവും, പക്ഷേ എരിവ് വളരെ കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ 2 മുളകും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ചേർക്കാം. പിന്നെ കുരുമുളകും വേണം, പച്ചമുളകും വേണം. ഇത് രണ്ടും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. പിന്നെ മുട്ട വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് ബാറ്റർ ആക്കുമ്പോഴാണ് ഇതിലേക്ക് മുട്ട ചേർക്കുന്നത്. പിന്നെ ഇത് ബാറ്റർ ആക്കാൻ വേണ്ടിയിട്ട് കോൺഫ്ലവറും വേണം. ഈ കോൺഫ്ലവറും പിന്നെ നമ്മൾ ഈ മിക്സിയിലിട്ടിട്ട് അരച്ചെടുത്തേക്കണ ഈ പേസ്റ്റും മുട്ടയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഈ ചിക്കനിലേക്കുള്ള പേസ്റ്റ് ഉണ്ടാക്കുന്നത്. ഈ ചിക്കനിലേക്കുള്ള പേസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് നിങ്ങൾ സെപ്പറേറ്റ് വെള്ളം ചേർക്കരുത്. ആ 2 മുട്ട ചേർത്ത് കഴിയുമ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ചിക്കൻ കബാബ് ആക്കാന്ന്. ഈ ചിക്കനിലേക്കുള്ള മസാല അരച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഈ ജാറിലേക്ക് മല്ലിയിലയും പുതിനയിലയും ചേർക്കാം. മല്ലിയില ചേർക്കുമ്പോൾ മല്ലിയില കുറച്ച് കൂടുതൽ ചേർക്കുക. പുതിനയില അതിൻ്റെ ഒരു 1/4 ഭാഗം ചേർത്താൽ മതി. പച്ചമുളകും കുരുമുളകും ചേർക്കുക. രണ്ടും നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. ഇതേപോലത്തെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചേർക്കുക. ഇഞ്ചി ചേർക്കുമ്പോൾ കുറച്ച് ചെറിയ പീസായിട്ട് ചേർക്കുക. അപ്പോൾ അത് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും. വെളുത്തുള്ളി ചേർക്കുക. ഞാനിവിടെ വലിയ ടൈപ്പ് വെളുത്തുള്ളി 8 എണ്ണമാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ഉണക്കമുളക് ചേർക്കുക. ഈ കാശ്മീരി മുളക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ചുളുങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. ഇതിനെയാണ് കാശ്മീരി മുളക് എന്ന് പറയുന്നത്. സാധാരണ മുളക് ഇതേപോലെ നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും. 2 മുളകും മിക്സ് ചെയ്തിട്ട് ചേർക്കുക. ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കുക. നല്ല തിക്ക് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അപ്പോൾ ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് കോൺഫ്ലവർ ചേർക്കാം. ഇതിലേക്ക് നമുക്കൊരു 7 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കാം. ഇതിലേക്ക് 2 മുട്ട ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾ പൊടിയെടുത്തങ്ങനെ കൂടിപ്പോയിട്ടുണ്ട്, മുട്ട മാത്രം ചേർത്തിട്ട് ഇത് മിക്സായി കിട്ടണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് മുട്ട കൂടുതൽ ചേർക്കുക. 7 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ടെങ്കിൽ 2 മുട്ട കൃത്യം മതിയാവും. ഇതേപോലത്തെ വലിയ സ്പൂണിനെയാണ് ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത്. ഇതേപോലത്തെ ചെറിയ സ്പൂണിനെയാണ് ടീസ്പൂൺ എന്ന് പറയുന്നത്. നിങ്ങൾ എടുക്കുമ്പോൾ ഇതേപോലെ ടേബിൾ സ്പൂണിൽ എടുക്കണം കോൺഫ്ലവർ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ചിക്കന് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ബാറ്ററിൽ മിക്സ് ചെയ്യണം. ഇപ്പോൾ ബാറ്റർ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർക്കാം. ഈ ചിക്കൻ ഈ ബാറ്ററിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ബാറ്റർ എങ്ങനെ നിങ്ങൾ ഇതേപോലെ ചിക്കൻ ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ബാറ്റർ കുറച്ച് വെള്ളം പോലെയാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് അതിലേക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം. ബാറ്റർ ഒരുപാട് വെള്ളം പോലെ ഇരിക്കരുത്. ഇപ്പോൾ ചിക്കൻ ഈ മസാല ശരിക്കും പിടിക്കില്ല. ഇനി ഇതൊരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം ഈ ചിക്കൻ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. 1/2 മണിക്കൂർ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ ചിക്കൻ വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ ഫ്ലെയിം പതുക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുക. തീ നന്നായിട്ടൊന്ന് കൂട്ടി വയ്ക്കണ്ട. ഒരു സൈഡ് മൊരിഞ്ഞിട്ടുണ്ട്, മറ്റേ സൈഡും തിരിച്ചിട്ട്. ഒരു സൈഡ് പതുക്കെ ഒന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ മറ്റേ സൈഡ് തിരിച്ച് മറിച്ചിട്ടിട്ട് വറുത്തെടുക്കുക.
ഇത് രണ്ട് സൈഡും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇപ്പോൾ ഫ്രൈഡ് ചിക്കൻ കബാബ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആ പച്ചമുളകും കുരുമുളകും ഒക്കെ ചേർത്ത് വറുത്തെടുത്തേക്കണേനും ഇതിന് അത്യാവശ്യം നല്ല എരിവുണ്ട്. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ചിക്കൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നല്ല ഇഷ്ടമായിരിക്കും. പിന്നെ നിങ്ങളുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതെന്തായാലും ഇതേപോലെ നിങ്ങൾ വറുത്ത് കൊടുക്കണം. അതായത് നിങ്ങൾ വറുത്തെടുക്കുമ്പോൾ എപ്പോഴും ഇത് ചൂടോടുകൂടി കഴിക്കണം. നേരത്തെ പണി തീർക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ വറുത്ത് വെക്കരുത്. ഇത് കഴിക്കുന്ന സമയത്ത് തന്നെ വറുത്തിട്ട് നല്ല ചൂടോടുകൂടി കഴിക്കാം. നമ്മൾ പുറത്തേക്ക് പോയി കടയിലേക്ക് പോയി വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാളും എപ്പോഴും നല്ലതാണ് ഇതേപോലെ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ